കഥ കേൾക്കാം. അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക്. പുരാതന കാലത്ത് പേർഷ്യയിൽ അലാവുദ്ദീൻ എന്നു പേരായ ഒരു ചെറുപ്പക്കാരൻ ജീവിച്ചിരുന്നു. അയാൾ ദൈവഭയമുള്ളവനും സഹായ മനസ്കനുമായിരുന്നു. നേരിട്ടറിയാത്തവരെ പോലും അയാൾ സഹായിച്ചിരുന്നു. അങ്ങ് ദൂരെ ഒരു മരുഭൂമിയിൽ മണ്ണടിഞ്ഞ ഗുഹയിൽ ഒരു അത്ഭുത വിളക്ക് കിടക്കുന്നുണ്ടായിരുന്നു. അതിലുള്ള ഭൂതത്തെ പുറത്തെടുത്ത് തന്റെ കാര്യം നേടുവാനായി ഒരു ദുർമന്ത്രവാദി കാത്തിരിക്കുകയായിരുന്നു. ആവശ്യപ്പെടുന്നതെന്തും കൊടുക്കുവാൻ ഭൂതങ്ങൾക്ക് സാധിക്കുമായിരുന്നു. അത്ഭുത വിളക്ക് പുറത്തെടുക്കണമെങ്കിൽ ശുദ്ധ മനസ്സുള്ള ഒരുവൻ വേണം. അലാവുദ്ദീനെ കുറിച്ച് കേട്ട മന്ത്രവാദി അവനെ തേടി വന്നു. അലാവുദ്ദീനെ സമീപിച്ച മന്ത്രവാദിയുടെ ആവശ്യം അവൻ നിരാകരിച്ചില്ല. മന്ത്രവാദിയുടെ ആവശ്യപ്രകാരം അവൻ ഗുഹയിൽ പ്രവേശിച്ചു. ധനം വിവിധ തരത്തിൽ കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ട അലാവുദ്ദീന് അതിൽ താല്പര്യം തോന്നിയില്ല. അലാവുദ്ദീൻ ഉറക്കെ പറഞ്ഞു, വിളക്ക് കണ്ടെത്തി. ഇത് കേട്ട മന്ത്രവാദി പറഞ്ഞു, വേഗം കൊണ്ടുവാ. അവൻ തന്നെ പുറത്തേക്ക് എടുത്തിറക്കാനായി മന്ത്രവാദിയുടെ നേർക്ക് കൈകൾ നീട്ടി. എന്നാൽ മന്ത്രവാദി വിളക്ക് തട്ടിപ്പറിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെട്ടു. അലാവുദ്ദീൻ പ്രാർത്ഥനയോടെ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യും ദൈവമേ, എന്നോട് കരുണ കാട്ടണമേ. അങ്ങനെ വിഷമിച്ചിരുന്ന അലാവുദ്ദീൻ തന്റെ മുഷ്ടി ഞെരിച്ചുകൊണ്ടിരുന്നു. തന്റെ കയ്യിൽ ഒരു മോതിരം കിടക്കുന്നതായി അവന് തോന്നി. ഇതെങ്ങനെ തന്റെ കയ്യിൽ വന്നു? ആകാംക്ഷ അടക്കാനാവാതെ അവൻ അതിൽ തിരുമ്മി നോക്കി. അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു ഭൂതം പ്രത്യക്ഷനായി. തല കുനിച്ച് അലാവുദ്ദീനെ വണങ്ങിക്കൊണ്ട് ഭൂതം പറഞ്ഞു, എന്നെ സ്വതന്ത്രനാക്കിയതിൽ നന്ദിയുണ്ട് ചെറുപ്പക്കാരാ. ഇനി നിങ്ങളാണ് എന്റെ യജമാനൻ. പറയൂ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അലാവുദ്ദീൻ കഥ മുഴുവൻ ഭൂതത്തോട് പറഞ്ഞിട്ട് കൽപ്പിച്ചു, എന്നെ വീട്ടിലെത്തിക്കൂ. മന്ത്രവാദിയുടെ കയ്യിലിരിക്കുന്ന വിളക്കും കൊണ്ടുവന്നു തരണം. അത് ദുഷ്ടന്മാരുടെ കൈവശം വെക്കാനുള്ളതല്ല. ഭൂതം പറഞ്ഞു, അങ്ങനെയാകട്ടെ പ്രഭു. ഒരു നിമിഷത്തിനുള്ളിൽ ഭൂതം അവനെ വീട്ടിലെത്തിച്ചു. വിളക്കും കൊണ്ടുവന്നു കൊടുത്തു. ഭൂതം മൊഴിഞ്ഞു, ഞാൻ ഒരിക്കൽ മാത്രമേ പ്രത്യക്ഷനാവുകയുള്ളൂ. പക്ഷേ വിളക്കിലുള്ളയാൾ നീയൊന്ന് തലോടിയാൽ പ്രത്യക്ഷമാകും. വേണ്ട വിധം ഉപയോഗിക്കൂ ചെറുപ്പക്കാരാ. ഭൂതം അപ്രത്യക്ഷനായി. വിളക്കിലെ ഭൂതത്തിന്റെ സഹായത്താൽ അവൻ ധനികനായി തീർന്നു. കൂടാതെ നാട്ടുകാരെയും സഹായിച്ച് ധനികരാക്കി മാറ്റി.